ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മു ചിന്നു എന്നെൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാൻ ഈ ഒരു വ്ളോഗ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയണ്ടേ? യെസ്, കാലിക്കറ്റിലാണ് കേട്ടോ. ഇന്നലെ ഫെബ്രുവരി 4 തീയതി രാത്രി 8 മണിയായപ്പോൾ KPAC ക്യാമ്പിൽ നിന്ന് കാലിക്കറ്റിലേക്ക് പുറപ്പെട്ടു. ഫെബ്രുവരി 5 കാലത്ത് 6 മണിയായപ്പോൾ ഞങ്ങൾ കാലിക്കറ്റിലെത്തി. എവിടെയാണെന്ന് അറിയണ്ടേ? യെസ്, ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജിലാണ് ഞങ്ങൾ താമസിച്ചത്. പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു 9:30 ആയപ്പോൾ കുളിച്ച് ധാവണിയൊക്കെ എടുത്ത് ക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴുത് എന്നാൽ പിന്നെ ഒരു ചെറിയൊരു വ്ളോഗിന് വേണ്ടിയുള്ള വിഷ്വൽസും കൂടെ ക്യാപ്ചർ ചെയ്യാമെന്ന് കരുതി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ലോകനാർക്കാവിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ആധികാരികമായിട്ട് ഞാൻ പറയുന്നേയില്ല. എന്നാലും ചെറിയ തോതിൽ ചെറിയ വിവരണങ്ങൾ ഞാനിവിടെ പറയുന്നു. വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഹിന്ദു ടെമ്പിളാണ് കേട്ടോ. ഗോഡസ് ദുർഗാദേവി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെമ്പിളാണ് ലോകനാർക്കാവ് ക്ഷേത്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് വടകരയ്ക്ക് അടുത്ത് ഏകദേശം ഒരു 4 കിലോമീറ്റർ, കറക്റ്റ് പ്ലേസ് പറയുവാണെങ്കിൽ മേമുണ്ട എന്ന സ്ഥലം, കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. ലോകമാലയാർക്കാവ് എന്നാണ് ശരിക്കും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര്. ലോകം ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വേൾഡ്, മല, മൗണ്ടൻ, റിവർ, ആറ്, ഓഫ് കോഴ്സ് കാവ്, ഗ്രോവ്. ഇത് വടകര റെയിൽവേ സ്റ്റേഷന് അടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5 കിലോമീറ്റർ അവേ ഫ്രം വടകര റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാനാദേശത്തുള്ള ആൾക്കാർക്കും റെയിൽവേ ചൂസ് ചെയ്ത് വരാം. വളരെ കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ഇവിടെ വരികയും ക്ഷേത്രം വിസിറ്റ് ചെയ്യുകയും തൊഴുതുകൊണ്ടവർക്ക് തൊഴുതാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് പൂരം. ഭയങ്കര പോംപ് ആൻഡ് ഷോ ആയിട്ടാണ് ഈ ഒരു പൂരം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തത്. ഒരു വീക്ക് ലോങ് ഫെസ്റ്റിവലാണ്. ഇത് ബിഗിൻ ചെയ്യുന്നത് ഫ്ലാഗ് ഹോയിസ്റ്റ്, പിന്നെ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ആറാട്ടിലാണ്. ദുർഗാദേവിക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ ക്ഷേത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കണ്ടു കേട്ടോ, ദുർഗാദേവി ആ മൂർത്തിനെ ഞാൻ കണ്ടു. പിന്നെ മണ്ഡലോത്സവം 30 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലോത്സവമുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ ഒരു തരം ഫോക്ക് ഡാൻസ് ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് പെർഫോം ചെയ്യുന്നത്. ആ ഒരു ഫോക്ക് ഡാൻസിൻ്റെ പേരാണ് പൂരക്കളി. നോർമലി ലോകനാർക്കാവ് ക്ഷേത്ര ഉത്സവത്തിൻ്റെ സമയത്താണ് ഈ പൂരക്കളി കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു തരം ഡാൻസ് വിച്ച് റിസംബിൾസ് നമ്മുടെ ഈ ഒരു മാർഷ്യൽ ആർട്ടിലെ കളരിപ്പയറ്റ്, അതുമായിട്ട് റിസംബിളായിട്ടുള്ള ഒരു ഡാൻസ് ഫോമൊക്കെ ഇവിടെ നടത്താറുണ്ട്. കളരിപ്പയറ്റിൽ അരങ്ങേറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഏറ്റവും ആദ്യം താണ്ടെ ഇവിടെ ഈ ഒരു ഡൈറ്റിയുടെ ഫ്രണ്ടിൽ വന്ന് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷമാണ് കളരിപ്പയറ്റിൻ്റെ അരങ്ങേറ്റം ചെയ്യാറുള്ളത്. പിന്നെ എങ്ങും എന്താ പറയുക, ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാലിക്കറ്റിലൊക്കെ മിക്ക ബിൽഡിങ്സും ഈ വെട്ടുകളിൽ നിർമ്മിച്ചിരിക്കുകയാണ്. അത് പെയിൻ്റൊന്നും അടിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണുകൾക്കൊരു കുളിർമയാണ്. എനിക്ക് സത്യം പറയുക ഇവിടുന്ന് വിട്ടു പോരാൻ തോന്നുന്നില്ല. കാരണം ഇനിയും മോസ്റ്റ് പ്രോബബ്ലി വടകരയിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയും ഇവിടെ ഏത് സ്ഥലത്ത് ക്ഷേത്രങ്ങൾ പോയാലും എനിക്ക് എന്തായാലും കണ്ടൻറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. എൻ്റെ അമ്മു ചിന്നു ആ ഒരു കാര്യത്തിൽ സേഫാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിന് തൊട്ട് താഴെ മറ്റൊരു ക്ഷേത്രമുണ്ട്, വിഷ്ണുദേവൻ്റെ ക്ഷേത്രമാണ്. അവിടെയും ഞാൻ പോയി കേട്ടോ, നല്ല രസമാണ്. അവിടെ ഞാൻ ഇങ്ങനെ തൊഴുതിറങ്ങിയപ്പോൾ അവിടുത്തെ പൂജാരി ആയിട്ടൊന്ന് ചെറിയൊരു ലഘു സംഭാഷണം നടത്തിയിരുന്നു. എൻ്റെ പേരൊക്കെ ചോദിച്ചു എവിടെയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ടീച്ചറാണ് ബേസിക്കലി, പക്ഷേ ഞാനിപ്പോൾ KPACയുടെ ഭാഗമായിട്ട് വരികയാണ് ഉമ്മാച്ചു എന്ന് പറയുന്ന നാടകം ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് സൗഹൃദ സംഭാഷണമൊക്കെ നടത്തിയതിന് ശേഷം കുറച്ച് വിഷ്വൽസൊക്കെ ഇങ്ങനെ എടുത്ത് തൊട്ട് താഴോട്ടൊരു പടമുണ്ട് കേട്ടോ. എനിക്ക് ഉള്ളൊരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്, ഞാൻ സെൽഫിയിലാണ് ഈ ഒരു വിഷ്വലെല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ഒരു ആഗ്രഹം കാരണം ഞാൻ ആ സ്റ്റെപ്പിലൊക്കെ ആ പടവിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞാൻ സ്വയം സന്തോഷിച്ച് ഉല്ലസിക്കുകയാണ്. എൻ്റെ മനസ്സങ്ങ് ആനന്ദിക്കുകയാണ്. എന്താ പറയുക, തുള്ളി ചാടാനായിട്ടോ അല്ലെങ്കിൽ ആ പടവൊക്കെ ഇങ്ങനെ ഇറങ്ങാനായിട്ടൊക്കെ തോന്നും. ഇത് വിളക്കാണ്. തൊട്ട് ബാക്കിൽ ഒരു മൂർത്തിയുണ്ട്, പക്ഷേ മൂർത്തിയുടെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലല്ലോ. പിന്നെ ഒരു ആല്, അവിടെ ഒരു അയ്യപ്പൻ്റെ ഒരു മൂർത്തിയുണ്ട്. നമ്മുടെ ഒരു ആർട്ടിസ്റ്റാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് അറിയാമോ? ലോകനാർക്കാവ് ക്ഷേത്രത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ്. ഞാനിപ്പോൾ ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഉമ്മാച്ചുവിൻ്റെ ഇനാക്രൽ സെറമണി ഈ വടകര ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഞങ്ങൾ തന്നെ ഈ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു കേട്ടോ. പിന്നെ ഇവിടെയാണ് കളരിപ്പയറ്റ്, കണ്ടോ, കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന
അഭ്യസിപ്പിക്കുന്ന സ്ഥലമാണിത്. നമുക്ക് ഇപ്പോൾ ഓപ്പൺഡ് അല്ല, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അവിടെ കളരിപ്പയറ്റൊക്കെ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് കളരിപ്പയറ്റ് ചെയ്യുന്ന സ്ഥലം. ഇത് ഭയങ്കര കാഷ്വലായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഭയങ്കര ആധികാരികമായിട്ടുള്ള ഡീറ്റെയിൽസ് ബൈ ഡീറ്റെയിൽ ആയിട്ട് തരുന്ന ഒരു വ്ളോഗൊന്നുമല്ല. ഞാൻ കണ്ട കാര്യങ്ങളും പോയ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പാർട്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഞാനിവിടെ കൺവേ ചെയ്യുകയാണ്, എൻ്റെ ഒരു മനസ്സുഖം. അപ്പോൾ എൻ്റെ ജന്മദിനത്തിൻ്റെ അന്നാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. സെപ്റ്റംബർ 10 ഉമ്മാച്ചുവിൻ്റെ ഇനാഗ്രൽ സെറിമണി. അന്ന് എൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് തന്നെ എനിക്ക് ലോകനാഥ് കാവ് ക്ഷേത്രത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചു. ഇത് കണ്ടോ, ചെമ്പൈ സംഗീതോത്സവം നടത്താനുള്ള മണ്ഡപമാണ്. നോർമലി അത് ഗുരുവായൂരല്ലേ, ഇതിപ്പം ഇവിടെയും നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അതിൻ്റെ മണ്ഡപമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഗ്രില്ലിൻ്റെ അവിടെ ഇരുന്ന് മനസ്സാൽ വരിച്ചുകൊണ്ട് ആ മണ്ഡപത്തിലിരുന്ന് സംഗീതമേ അമര സല്ലാപമേ ഇങ്ങനെയൊക്കെ പാട്ടിക്കാൻ പാടുന്നില്ല, ഞാൻ പാടുന്നത് പോലെ ആ മണ്ഡപത്തിലിരുന്ന് ഞാൻ പാടുന്നത് പോലെയൊക്കെ സങ്കല്പിച്ച് ആ ഗ്രില്ലിൻ്റെ സൈഡിലിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. പിന്നെ ഇനിയിപ്പം ഞാൻ പോവുകയാണ് കേട്ടോ. തിരിച്ച് ഒന്നും കഴിച്ചിട്ടില്ല. പോയി എന്തെങ്കിലും ചായയോ എന്തെങ്കിലും ഒരു ദോശയോ ഒക്കെ കഴിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. തിരിച്ചെനിക്ക് ഇനിയിപ്പം റൂമിൽ പോകണം. കുറേ നേരമായി ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങാനായിട്ട് തുടങ്ങിയിട്ട്. പിന്നെ ഇപ്പോൾ ചായ കുടിക്കാൻ ഞാൻ ടീ ഷോപ്പിൽ കയറി ചായയും പിന്നെ ഒരു പരിപ്പ് വടയും കഴിച്ചു. വീണ്ടും ഞാനിങ്ങനെ ക്ഷേത്രത്തിലേക്കൊക്കെ ഒന്ന് വന്ന് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ശരി, ബൈ.